ഒരു വർഷത്തിന് മുമ്പ് കരുനാഗപ്പള്ളി എസ് വാരതിൻ്റെ ഫ്രണ്ട് വെച്ചാണ് നമ്മൾ സ്വന്തം വാഹനത്തിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയതാണ്. അന്നേരം തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയും ഈ സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷത്തോളമായി പിന്നെ തിരിച്ച് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ടീമിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കിപ്പോൾ നിലവിൽ 25ഓളം ഫോൺ നഷ്ടപ്പെട്ടത് തിരികെ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഈ നഷ്ടപ്പെട്ടവർ പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യം കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അക്ഷയയിൽ പോയിട്ട് അക്ഷയയിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ CAR പോർട്ടലിൽ കയറിയിട്ട് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടിട്ട് രജിസ്റ്റർ ചെയ്യാം. അതായത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതി കൊടുത്തതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്ത് ഒരു ദിവസം കഴിയണം. കാരണം ഒരു ദിവസം കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്ഷയയിൽ രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ CAR പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് ഒരു OTP വരും. OTP SMS ആക്ടിവേറ്റ് ആവാനായിട്ട് ഒരു ദിവസം എടുക്കും. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്ന് CAR പോർട്ടൽ കയറി ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടായിട്ട് ആ പോർട്ടലിൽ സ്വീകരിക്കുകയും നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അതുപോലെ തന്നെ കൺസേൺ പോലീസ് സ്റ്റേഷന് കൊടുക്കും. അപ്പം ഇതിന് ശേഷം ഈ ഫോണിനകത്തോട്ട് ആരെങ്കിലും അപ്പോൾ അതിനകത്ത് കിടന്ന സിം ഡീആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിന് ശേഷം ഈ ഫോൺ ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ കളഞ്ഞു കിട്ടി അല്ലെങ്കിൽ മോഷണം ചെയ്ത മുതലിനകത്ത് പുതിയൊരു സിം ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ നമ്പർ നമ്മുടെ ഇവിടെ ഈ പോർട്ടൽ റിഫ്ലക്റ്റ് ചെയ്യും. അത് നമുക്ക് സൈബർ സെല്ലിന് ആ പോർട്ടലിൽ കയറിയിട്ട് അത് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുമായിട്ട് അങ്ങനെ കളക്ട് ചെയ്തതിന് ശേഷം ഈ പുതിയ സിമ്മിൻ്റെ ഓണർ ആരാണോ അവരെ കണ്ടെത്തി ഇതെങ്ങനെ കിട്ടി അതെങ്ങനെ എവിടെ നിന്ന് കിട്ടിയതെന്ന് കൺസേൺ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് ആ ഫോൺ തിരികെ കളക്ട് ചെയ്ത് കൺസേൺ പോലീസ് സ്റ്റേഷനെ അറിയിക്കുന്നതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പം അത് നമ്മളിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അവരെ ഇതിൻ്റെ കളഞ്ഞു പോയ ആൾക്കാരെ വിളിച്ചിട്ട് അവർക്ക് ഈ ഫോൺ തിരികെ കൊടുത്ത് പിന്നെ ഇത് തിരിച്ച് ഇതിന് ശേഷവും ഈ പറഞ്ഞത് CAR പോർട്ടലിൽ കയറിയിട്ട് ലോസ്റ്റ് ഫോൺ എന്നുള്ള മോഡ് മാറ്റിയിട്ട് അത് വീണ്ടും ഡീആക്ടിവേറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും ഇതിനകത്ത് ഈ ഫോൺ ഇപ്പോഴും നഷ്ടപ്പെട്ട ലോസ്റ്റ് മോഡിൽ കിടക്കുന്നുള്ളത്. അപ്പോൾ ലോസ്റ്റ് മോഡ് മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതിന് കംപ്ലീറ്റ് പ്രൊസീജിയർ തീരും. നഷ്ടപ്പെട്ട ഫോൺ തിരികെ അതിനകത്ത് പുതിയൊരു സിം വീഴുമ്പോൾ തന്നെ ഈ വിക്ടിമിന് അതായത് ആർക്കാണ് ഫോൺ നഷ്ടപ്പെട്ട ആ പരാതിക്കാരന് പുള്ളിയുടെ മൊബൈലിലും അല്ലെങ്കിൽ ആരാണ് അവരുടെ മൊബൈലിലോട്ടൊരു SMS വരും. ഇതിനാണ് നിങ്ങളുടെ ഫോൺ ആക്റ്റീവ് ആയിട്ട് നമുക്ക് അന്നേരം കൺസേൺ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്പീഡപ്പാക്കാം. അപ്പം നമ്മൾ പലരും ഇത് ശ്രദ്ധിക്കാറില്ല. എത്ര മെസ്സേജ് വരുന്നതിന് കൂടുതൽ ചിലപ്പോൾ അത് ഇഗ്നോർ ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്ത് അത് ആ പോർട്ടലിൽ കയറിയിട്ട് എടുത്തിട്ട് ഇത് ആരെങ്കിലും ഉപയോഗിക്കുന്നത് നോക്കിയിട്ട് പിന്നെ അവരെ കോൺടാക്ട് ചെയ്ത് ഫോൺ തിരികെടുക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.